ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ നാഷണൽ പാർക്കുകളെയും കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഈ സെഷനിലൂടെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ചെറിയൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. SSC, PSC അതേപോലെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിന് വേണ്ടിയാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന രാജ്യത്തിന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ, അതിൽ തന്നെ അതിൻ്റെ ബയോഡൈവേഴ്സിറ്റി, പോപ്പുലേഷൻ, ഹെറിറ്റേജ്, അതേപോലെ കൾച്ചർ, ഇങ്ങനെയുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കവർ ചെയ്ത് പോവുക എന്നതാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ള ലക്ഷ്യം. അതേപോലെ ഈ വീഡിയോയിൽ വരുന്ന എല്ലാ സീരീസുകളുടെയും ലക്ഷ്യം. അപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെയും ചോദ്യ പേപ്പറുകൾ നമുക്ക് സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ഏരിയയാണ് ഈ നാഷണൽ പാർക്കുകളും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം. നാഷണൽ പാർക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നാഷണൽ പാർക്കുകളെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഏതാണ് ആദ്യമായി നിലയിൽ വന്ന നാഷണൽ പാർക്ക്, അതേപോലെ തന്നെ ഏതാണ് ഏറ്റവും വലിയ നാഷണൽ പാർക്ക്, അതേപോലെ ഏതാണ് ഏറ്റവും ചെറുത്, എത്ര എണ്ണം ഉണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ഏതൊക്കെ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അത് പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഇന്ത്യയിലെ 106 നാഷണൽ പാർക്കുകളിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം കടന്നു പോകാം. നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? 106 നാഷണൽ പാർക്കുകളിലൂടെ എന്ത് ചെയ്യും കടന്നു പോകും. അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? ഓരോ സ്റ്റേറ്റ് വൈസായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഓരോ സ്റ്റേറ്റിലൂടെയും അവരുടെ അതായത് നാഷണൽ പാർക്കുകൾ, ആ സ്റ്റേറ്റിലുള്ള അതാത് നാഷണൽ പാർക്കുകളിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് കവർ ചെയ്ത് പോകുന്നത്. എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഏതാണ് ആദ്യം നിലയിൽ വന്നത്, ഏതാണ് വലുത്, ഏതാണ് ചെറുത്, പിന്നെ എത്ര എണ്ണം ഇപ്പൊ കറന്റ് ഇന്ത്യയിൽ നാഷണൽ പാർക്കുകൾ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നിലയിൽ വന്നത് ഏതാണെന്ന് ആദ്യം നോക്കാം. ആദ്യമായിട്ട് ഏതാണ് നിലയിൽ വന്ന? ഹെയ്ലി നാഷണൽ പാർക്കാണ്. അപ്പോൾ ഹെയ്ലി നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ഇത് എവിടെയും കേൾക്കാത്തതാണല്ലോ എന്നൊരു സംശയം തോന്നും. അപ്പോൾ ഹെയ്ലി നാഷണൽ പാർക്കിന് വേറൊരു പേരുടെ ഉണ്ട്. എന്താണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ് അത് ഇന്ന് അറിയപ്പെടുന്നത്. ഏത് പേരില്ല? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിന്റെ പഴയകാല പേരായിരുന്നു ഹെയ്ലി നാഷണൽ പാർക്ക്. ഈ പേര് മാറ്റുന്നത് തന്നെ ഒരു പ്രക്രിയ തന്നെ അവിടെ നടന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇത് ആദ്യമായിട്ട് നിലയിൽ വന്ന സമയത്ത്, എന്നാൽ ഇത് നിലവിൽ വന്ന 1936 എന്ത് ചെയ്യുന്നത് ഇത് നിലവിൽ വരുന്നത്. ഈ നിലവിൽ വന്ന സമയത്ത് എന്ത് ചെയ്ത് ഇതിന്റെ പേരെന്തായിരുന്നു? ഇതിന്റെ പേര് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നാണ് ആദ്യം നിലവിൽ വന്ന സമയത്ത് എന്ത് ചെയ്ത് ഇതിന്റെ പേരായിരുന്നത്. എന്നിട്ട് അതിനെ എന്ത് ചെയ്ത് അതിനെ വീണ്ടും നാമധേയം വരുത്തിയാണ് ഏതിലെത്തിയത്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന നാമത്തിലോട്ട് എത്തിച്ചത്. അപ്പോൾ ഇത് എന്നാണ് നിലവിൽ വന്ന 1936 എന്ത് ചെയ്യുന്നത് ഇത് നിലവിൽ വരുന്നത്. അപ്പോൾ നിലവിൽ വന്ന സമയത്ത് അതിന്റെ പേരെന്തായിരുന്നു? ഹെയ്ലി നാഷണൽ പാർക്ക് എന്നാണ്. അപ്പോൾ ഇതെവിടെയാ ഉള്ളത്? ഇത് ഉത്തരാഖണ്ഡിലാണ് എന്ത് ചെയ്തത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നു? 1936 ഹെയ്ലി നാഷണൽ പാർക്ക് എന്ന നാമത്തിൽ അറിയപ്പെട്ട ജിം കോർബറ്റ് എന്ത് ചെയ്തു? അതാണ് എന്ത് ചെയ്ത് ഈ ആദ്യത്തെ നമുക്ക് പറയാനുള്ള കാര്യം. ഏതാണ്? ആദ്യം നിലയിൽ വന്ന ജിം കോർബറ്റ് നാഷണൽ പാർക്കിനെ കുറിച്ച് പറയാനുള്ള കാര്യം. അപ്പൊ അടുത്ത നമുക്ക് നോക്കാൻ പോകുന്നത് ഏതാണ് ലാർജസ്റ്റ് നാഷണൽ പാർക്ക്? ഏതാണ് ലാർജസ്റ്റ് നാഷണൽ പാർക്ക്? ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്ക് ഏതാണ്? ലഡാക്കിലെ ഹെമീസ് നാഷണൽ പാർക്കാണ് എന്ത് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്ക്. ഇതിന്റെ വിസ്തീർണം എത്രയാണെന്ന് അറിയാമോ? 3350 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം. ഇതെന്നാണ് നിലവിൽ വന്നേ? 1981 എന്ത് ചെയ്തത് ഈ നാഷണൽ പാർക്ക് നിലവിൽ വന്നത്. അപ്പം ഏതാണ് ലാർജസ്റ്റ്? ലഡാക്കിലെ ഹെമീസ് നാഷണൽ പാർക്കാണ് എന്ത് ചെയ്ത് 1981 വന്ന ഹെമീസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് നാഷണൽ പാർക്ക്. ഇതിന്റെ വിസ്തീർണം എത്ര? 3350 സ്ക്വയർ കിലോമീറ്റർ ആണ്. എന്നാ നമ്മൾ വലുത് നോക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കാം. ഏതാണ്ടാ ചെറുത്? ചെറുത് ഏതാണ്? ആൻഡമാൻ നിക്കോബാറിലുള്ള സൗത്ത് ബട്ടൺ എന്ന നാഷണൽ പാർക്കാണ്. സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്കാണ് ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. ഏതാണ്? ആൻഡമാൻ നിക്കോബാറിലുള്ള സൗത്ത് ബട്ടൺ എന്ന് പറയുന്ന നാഷണൽ പാർക്കാണ് ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. അപ്പൊ എന്ത് ചെയ്താ? അപ്പൊ നമ്മൾ നോക്കി, നമ്മൾ ഏറ്റവും ആദ്യം നെല്ല് വന്നത് നോക്കി, ഏറ്റവും ലാർജ് ഏതാണെന്ന് നോക്കി, ഏറ്റവും സ്മാളസ്റ്റ് ഏതാണെന്ന് നോക്കി. ഇനി എത്ര എണ്ണം ഉണ്ടടാ? എത്ര എണ്ണം ഉണ്ടടാ ഇന്ത്യയിൽ എത്ര എണ്ണം ഉണ്ട്? ഇന്ത്യയിൽ ടോട്ടൽ 106 നാഷണൽ പാർക്കുകളാണ് ഇപ്പോ നിലവിലുള്ളത്. എത്രയാണ്? 106 നാഷണൽ പാർക്കാണ് എന്ത് ചെയ്ത് നിലവിൽ ഉള്ളത്. ഇനി ഒരു ചോദ്യമാണ്. ഇനി എന്താണ്? നമുക്ക് ഇനി നാഷണൽ പാർക്ക് ഇല്ലാത്ത ഏതെങ്കിലും സംസ്ഥാനം ഉണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ? ഏതെങ്കിലും സംസ്ഥാനം ഉണ്ടോ എന്ന് അറിയണ്ടേ? ഏതാണ് നാഷണൽ പാർക്ക് ഇല്ലാത്ത? ഏതാണ്? പഞ്ചാബ് ആണ് എന്ത് ചെയ്ത് ഇന്ത്യയിലെ നാഷണൽ പാർക്ക് ഇല്ലാത്ത സംസ്ഥാനം. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അപ്പൊ ആന്ധ്രാപ്രദേശിൽ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ 3 നാഷണൽ പാർക്കുകളാണ് കറന്റ് ഉള്ളത്. ഏതൊക്കെയാണ്?
ആദ്യത്തത് പാപികൊണ്ട നാഷണൽ പാർക്ക്, രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്, ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്ക്. ഇത് മൂന്നുമാണ് ഇത് ആന്ധ്രാപ്രദേശിലുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം പാപികൊണ്ട നാഷണൽ പാർക്ക് നോക്കാം. ആദ്യം ഏതാ? പാപികൊണ്ട നാഷണൽ പാർക്ക് എന്ത് ചെയ്യാം നോക്കാം. അവിടെ മെയിൻ ആയിട്ട് ഏതൊക്കെ അനിമൽസിനെ അവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് പോകുന്നത്? ടൈഗർ, ലെപ്പേർഡ്, പിന്നെ എന്ത് ചെയ്യാം, ഇത്രയൊക്കെയാണ് എന്ത് ചെയ്താൽ അവിടെ മെയിൻലി പ്രൊട്ടക്റ്റഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ പാപികൊണ്ട നാഷണൽ പാർക്കിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയണം? ഇത് ആന്ധ്രാപ്രദേശിലെ എല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ വിസ്തീർണം എത്രയാണ്? 1012 കിലോമീറ്റർ ആണ് ഇതിന്റെ എന്തോ വിസ്തീർണം. ഇത് എപ്പോഴാണ് നിലവിൽ വന്നേ? 1978 ഇത് എന്താണ് നിലവിൽ വന്നത്. നിലവിൽ വന്ന സമയത്ത് എന്തോ ആയിരുന്നു, അതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, 2008 അതിനെ എന്തോ നോക്കി ഒരു നാഷണൽ പാർക്കായിട്ട് എന്ത് ചെയ്യണ്, അതിനെ മാറ്റുകയാണ് ഉണ്ടായത്. അപ്പൊ ഏതായി? നമ്മൾ ആദ്യത്തേത് നോക്കി. അടുത്ത നമുക്ക് ഏത് നോക്കാം? രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ ഏതാണ്? രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്. ഏതാണ്? രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്കിൽ മെയിൻ ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് പോണത് സ്ലോത്ത് ബിയർ അല്ലെങ്കിൽ എന്താ ഇന്ത്യൻ അവിടെ ലെപ്പാഡുകളെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ്? കടപ്പ ഡിസ്ട്രിക്റ്റിലെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്തുന്നത്, ഇത് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് എന്നാണ് നിലയിൽ വന്നത്? ആദ്യം ഇതിന്റെ പേരെന്തോ ആയിരുന്നു? രാമേശ്വരം നാഷണൽ പാർക്ക് എന്നായിരുന്നു. എന്നിട്ട് 2005 ഇതിനെ എന്തോന്നാക്കി മാറ്റി? 2005 രാജീവ് ഗാന്ധി നാഷണൽ പാർക്കായിട്ട് ഇതിന്റെ നെയിം കൺവെർട്ട് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തെ ആണെങ്കിലും ആന്ധ്രാപ്രദേശിൽ ആദ്യമായിട്ട് വന്നത് ഏതായിരുന്നു? ഈ ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്കാണ്. ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്കാണ് എന്തോന്ന് നിലവിൽ ആദ്യ വിസ്തീർണം എത്രയാണ്? 353 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം കവർ ചെയ്ത്. അപ്പൊ നമുക്ക് എന്താ അടുത്ത സ്റ്റേറ്റിലോട്ട് പോകും. അടുത്തേതാ? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ മൊത്തം എത്ര നാഷണൽ പാർക്കുകളുണ്ട്? 2 എണ്ണമാണ് ഉള്ളത്. മൗലിംഗ് നാഷണൽ പാർക്കും പിന്നെ നാംദാഫ് നാഷണൽ പാർക്കും. മൗലിംഗ് നാഷണൽ പാർക്കും നാംദാഫ് നാഷണൽ പാർക്കും. ഇതിൽ മൗലിംഗ് നാഷണൽ പാർക്കിൽ മേജറായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വരുന്നത് സ്നോ ലെപ്പേർഡുകളെയും റെഡ് പാൻഡാസിനെയാണ് മൗലിംഗ് നാഷണൽ പാർക്കിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് പറഞ്ഞത്. നാംദാഫ് നാഷണൽ പാർക്കിലാണെങ്കിൽ മെയിൻലി ടൈഗറും പിന്നെ അതേപോലെ തന്നെ ക്ലൗഡഡ് ലെപ്പേർഡുമാണ്. ഈ മൗലിംഗ് നാഷണൽ പാർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഏതാ? അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1982 എന്തോന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത മൗലിംഗ് നാഷണൽ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ അത് ഇതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? അത് ആദി ഹിൽസിലാണ്. ആദി ഹിൽസ് എന്ന് പറയുന്ന ഹിൽസിനടുത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ആദി ഹിൽസ് എവിടെയാണ് വരുന്നത്? ഇത് ഈസ്റ്റേൺ ഹിമാലയത്തിന് അടുത്തായിട്ടാണ് എന്ത് ആദി ഹിൽസ് വരുന്നത്. ഇതിന്റെ വിസ്തീർണം എത്രയാണ്? 483 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇതിന്റെ വിസ്തീർണം എത്രയാണ്? 483 സ്ക്വയർ കിലോമീറ്റർ. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, മൗലാങ് നാഷണൽ പാർക്കില് ഒരു ആദിവാസി വിഭാഗമുണ്ട്. ഏതാണ്? ആദി ട്രൈബ്സ്. ആദി ട്രൈബ്സ് എവിടെയുണ്ട്? മൗലിംഗ് നാഷണൽ പാർക്കിൽ ഉണ്ട്. ഇനി നാംദാഫ് നാഷണൽ പാർക്കിലാണെങ്കിലോ അവിടെ എവിടെയാണ് പറഞ്ഞത്? ഇത് എവിടെ? പ്രദേശിലെ ചാങ്ലാങ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതും എവിടെയാണ് വരുന്നത്? ഈസ്റ്റേൺ ഹിമാലയൻ റേഞ്ചസിലാണ് തോന്നിക്കുന്നത് ഈ നാംദാഫ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ വിസ്തീർണം എത്രയാണ്? 1985 സ്ക്വയർ കിലോമീറ്റർ ആണ് എന്തോന്ന് ഇതിന്റെ വിസ്തീർണം. എത്രയാണ്? 1985 സ്ക്വയർ കിലോമീറ്റർ. അരുണാചൽ പ്രദേശ് കഴിഞ്ഞ് നമുക്കിനി ഏത് നോക്കാം? ആസാം നോക്കാം. ആസാമിൽ നമുക്ക് കുറച്ച് ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സ്റ്റേറ്റ് ആണ് ആസാം. ആസാമിൽ നമുക്ക് എത്ര നാഷണൽ പാർക്കുണ്ട്? ടോട്ടൽ 7 നാഷണൽ പാർക്കുകളുണ്ട്. ടോട്ടൽ 7 നാഷണൽ പാർക്കുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, ആസാമിൽ പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യം പഠിക്കാനുള്ള നാഷണൽ പാർക്ക് ഏതാണ്? ദിബ്രു സൈക്കോവ എന്ന് പറയുന്ന നാഷണൽ പാർക്കിന് ഏതാണ്? ദിബ്രു സൈക്കോവ. ഇതെന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ എന്നാണ് ഇത് സ്ഥാപിതമായത്? ഇത് സ്ഥാപിതമായത് 1999 ഇതെന്തോന്നത് ഇത് സ്ഥാപിതമായത്. ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് 2 ജില്ലകളിലായിട്ടാണ് എന്തോന്ന് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്? തിൻസുകിയ ജില്ലയിലും ദിബ്രുഗഡ് ജില്ലയിലുമായിട്ടാണ് എന്തോന്ന് ഈ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തന്നെ ഇതിനകത്ത് ഏതൊക്കെ അനിമൽസിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? വൈൽഡ് ഹോഴ്സ്, ബംഗാൾ ഓർഷിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു തരം എന്തോന്ന് പക്ഷിയാണ്. അപ്പൊ എന്താണ്? ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക്. അടുത്ത നമുക്ക് നോക്കാനുള്ള ഏതാണ്? ഇത് നമ്മൾ നോക്കി. അടുത്ത നമുക്ക് ഇതാണ് നോക്കാനുള്ള നാഷണൽ പാർക്ക്. ഏതാണ്? ദിലിംഗ് പട്കായി നാഷണൽ പാർക്ക്. അപ്പം ഇതെന്നാണ് സ്ഥാപിതമായത്? ഇത് സ്ഥാപിതമായത് 2021 ഇത് സ്ഥാപിതം ആയത്. പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. കിഴക്കിന്റെ ആമസോൺ എന്നാണ് എന്തോന്ന് ഈ നാഷണൽ പാർക്കിനെ അറിയപ്പെടുന്നത്. എന്താണ്? കിഴക്കിന്റെ ആമസോൺ എന്ന പേരിലാണ് എന്തോന്ന് അറിയപ്പെടുന്നതാണ്. ഇത് എന്താണെന്ന് അറിയപ്പെടുന്നത്? കിഴക്കിന്റെ ആമസോൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ്? അതേപോലെ തന്നെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മൾ മേൽപ്പറഞ്ഞ
ദിബ്രു സൈക്കോവ നാഷണൽ പാർക്കിൽ സെയിം ജില്ലകൾ ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, സെയിം ജില്ലകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. ഏതാണ്? ദിബ്രുഗഡും തിൻസുകിയ ജില്ലകളിലുമായിട്ടാണ് എന്ത് ചെയ്യുന്ന ഈ നാഷണൽ പാർക്ക് കവർ ചെയ്യുന്നത്. അടുത്ത നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് ഇത്, കാസിരംഗ നാഷണൽ പാർക്ക്. ഏതാണ്? കാസിരംഗ നാഷണൽ പാർക്ക്. ഇതെന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1905-ലാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? 1905-ലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെയാണ് എന്തോന്ന്, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ ആവാസ കേന്ദ്രം. എന്താണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ ആവാസ കേന്ദ്രം. അപ്പോൾ എന്താണ്, യുനെസ്കോയുടെ പട്ടിക അനുസരിച്ച് എന്താണ്, 2 ഭാഗവും എന്താണ്, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ എവിടെയാണ്? ഈ കാസിരംഗ നാഷണൽ പാർക്കിലാണെന്നാണ്, കാസിരംഗ നാഷണൽ പാർക്ക് എന്നാണ് പറയപ്പെടുന്നത്. അടുത്ത നമുക്ക് ഏതാണുള്ള, അടുത്തുള്ളതാണ് ഈ മാനസ് നാഷണൽ പാർക്ക്. ഏതാണ്? മാനസ് നാഷണൽ പാർക്ക്. ഇതെന്താണ് സ്ഥാപിതമായത്? 1990-ലാണ് ഇതെന്ന് സ്ഥാപിതമായത്. എന്നാണ് 1990-ലാണ് ഇത് സ്ഥാപിതമായത്. എന്നാൽ ഇത് 1928 വരെ എന്തോ വരുന്നു, ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരുന്നു. എന്തോ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരുന്നു. അത് കഴിഞ്ഞല്ലോ, അടുത്തതിൽ പോവാം. അടുത്ത ഏതാണ്? നമേരി നാഷണൽ പാർക്ക്. ഏതാണ്? നമേരി നാഷണൽ പാർക്ക്. ഇതെന്നാണ് സ്ഥാപിതമായത്? ഇത് സ്ഥാപിതമായത് 1998-ലാണ് ഇതെന്ത് സ്ഥാപിതമായത്. എന്നാണ് 1998-ലാണ് ഇത് സ്ഥാപിതമായത്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് സോൺപൂർ ജില്ലയിലാണ് തോന്നിയത് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? സോൺപൂർ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ഏതാണ്? ഒറാങ് നാഷണൽ പാർക്ക്. ഏതാണ്? ഒറാങ് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഒറാങ് ദേശീയ ഉദ്യാനം. ഇതെന്നാണ് സ്ഥാപിതമായത്? ഇത് 1999-ലാണ് എന്തോന്ന് സ്ഥാപിതമായത്. എന്നാണ് 1999-ലാണ് എന്തോന്ന് സ്ഥാപിതമായത്. ഇതിനെന്തൊന്നും പറയുന്നുണ്ട്, ഒരു നമ്മൾ മേൽ പറഞ്ഞ പോലെ ഒരു മിനി കാസിരംഗ എന്നൊന്ന് ഇതിനെ പറയുന്നുണ്ട്. ഒരു മിനി കാസിരംഗ എന്നും ഈ ഒറാങ് നാഷണൽ പാർക്കിനെ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മേൽ പറഞ്ഞ പോലെ ഇവിടെയും എന്തുണ്ട്, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇതിനൊരു മിനി കാസിരംഗ എന്ന് അറിയപ്പെടാൻ കാരണം. അടുത്ത എന്താണ്? റൈമോണ നാഷണൽ പാർക്ക്. ഏതാണ്? റൈമോണ നാഷണൽ പാർക്ക്. ഇതെന്നാണ് സ്ഥാപിതമായത്? ഇത് 2021-ലാണ് ഇതെന്ത് സ്ഥാപിതമായത്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ആസാമിലെ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലെ വനപ്രദേശമാണ് ഇതെന്തോന്ന്, ഇതിന്റെ ഭാഗം, അല്ലെങ്കിൽ ആ ഒരു അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട്. ഇവിടെ ഇത് വെച്ച് കമ്പാരിറ്റീവ് ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്? ആസാമിലെ ഏറ്റവും പുതിയ ദേശീയോദ്യാനമാണ് ഏത്? ഈ റൈമോണ നാഷണൽ പാർക്ക്. അപ്പൊ ആസാമ കവർ ചെയ്തല്ലോ. ഇനി നമുക്ക് അടുത്ത സംസ്ഥാനത്തോട്ട് പോകാം. ബീഹാറിലോട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബീഹാറിലോട്ട് വരാം. ബീഹാറിൽ നമുക്ക് ഏതാ പഠിക്കാനുള്ളത്? ബീഹാറിൽ ആപ്പാട് ഒരു നാഷണൽ പാർക്കുള്ളത്. ഏതാണ്? വാൽമീകി നാഷണൽ പാർക്ക്. ഏതാണ്? വാൽമീകി നാഷണൽ പാർക്ക്. ബംഗാൾ ടൈഗറിന് ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് ഇത്, വാൽമീകി നാഷണൽ പാർക്ക്. ബംഗാൾ ടൈഗറിന് ഫേമസ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് ഇത്, വാൽമീകി നാഷണൽ പാർക്ക്. ഇതെന്നാണ് സ്ഥാപിതമായത്? 1990-ലാണ് ഇത് സ്ഥാപിതമായത്. ഇത് പിന്നെ നോക്കേണ്ടത് ഇത് ഏത് ജില്ലയിലാണ്? ഇത് പശ്ചിമ ചമ്പാരൻ ജില്ലയിലാണ്. ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ ജില്ലയിലാണ്. എവിടെയാണ്? പശ്ചിമ ചമ്പാരൻ ജില്ലയിലാണ്. അതേപോലെ തന്നെ ഇത് വാൽമീകി ടൈഗർ റിസർവിന്റെ ഒരു ഭാഗവും കൂടിയാണ് ഇത്, ഈ വാൽമീകി നാഷണൽ പാർക്ക്. ഇത് കൂടാതെ തന്നെ അവിടെ ഏതുകൊണ്ട് ഈ ഇന്ത്യൻ ലെപ്പേർഡുകളെ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിച്ച് പോകുന്നുണ്ട്. ഛത്തീസ്ഗഡിലോട്ട് വരാം. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നമുക്ക് ടോട്ടലി 3 നാഷണൽ പാർക്കുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാ? ഗുരു ഘാസിദാസ് നാഷണൽ പാർക്ക്, ഇന്ദിരാവതി നാഷണൽ പാർക്ക്, പിന്നെ കാങ്കർ വാലി നാഷണൽ പാർക്ക്. ഏതാണ്? കാങ്കർ വാലി നാഷണൽ പാർക്ക്. ഏതാണ്? കാങ്കർ വാലി നാഷണൽ പാർക്ക്. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഏതാ? ഗുരു ഘാസിദാസ് നാഷണൽ പാർക്ക്. ഇത് എവിടെയാ വരുന്നത്? ഇത് ഛത്തീസ്ഗഡിലെ എവിടെയാ? സൂരജ്പൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഛത്തീസ്ഗഡിലെ സൂരജ്പൂർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് എന്നാ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1981-ലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് തുടക്കത്തിൽ ഇത് മധ്യപ്രദേശിലെ സഞ്ജയ് ദേശീയോദ്യാനത്തിന്റെ ഭാഗമായിരുന്നു. തുടക്കത്തിൽ ഇത് മധ്യപ്രദേശിലെ സഞ്ജയ് ദേശീയോദ്യാനത്തിന്റെ ഭാഗമായിരുന്നു. ശേഷം ഇത് 2011 എന്ത് ചെയ്ത് അതിനെ വേർതിരിച്ച് എന്ത് ചെയ്ത് ഈ ഗുരു ഘാസിദാസ് നാഷണൽ പാർക്കാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ള ഏതാ? ഇന്ദിരാവതി നാഷണൽ പാർക്ക്, ഇന്ദിരാവതി ദേശീയോദ്യാനം. അപ്പോൾ ഇതെന്നാ സ്ഥാപിതമായത്? ഇത് സ്ഥാപിതമായത് 1982-ലാണ് ഇത് സ്ഥാപിതമായത്. ഇത് അതേപോലെ തന്നെ ഇത് ഛത്തീസ്ഗഡിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കടുവ സങ്കേതവും കൂടെയാണ്. അതുപോലെ തന്നെ
പുള്ളിപ്പുലികൾ, പിന്നെ അതേപോലെ വൈൽഡ് ബഫല്ലോ, അങ്ങനെയുള്ള സ്പീഷീസിനെയാണ് അവരവിടെ സംരക്ഷിച്ച് പോകുന്നത്. ഇന്ദിരാവതി നദിയുടെ എന്താണ് പേരിലാണ് എന്തോന്നുള്ള ഈ ഇന്ദിരാവതി നാഷണൽ പാർക്ക് ഉള്ളത്. അപ്പോൾ എന്താണ് ഇന്ദിരാവതി നദിയുടെ പേരിലാണ് എന്തോന്നുള്ള ഈ ദേശീയോദ്യാനം ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഫൈനലായിട്ട് ഏതുണ്ട്, നമുക്ക് കാഗോർ വാലി നാഷണൽ പാർക്ക് ഉണ്ട്. കാഗോർ വാലി ദേശീയോദ്യാനം ഇത് ബീഹാറിലെ ബസ്തർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ബസ്തർ ജില്ലയിൽ, ബീഹാറിലെ ബസ്തർ എന്ന് പറയുന്ന ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതെന്നാണ് സ്ഥാപിതമായത്? ഇത് 1982 ഇത് സ്ഥാപിതമായത്. 1982 ഇത് സ്ഥാപിതമായത്. അതേപോലെ തന്നെ ഇവിടെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. കടുവ, അതേപോലെ ഈ ബാസ്റ്റർ ഹിൽ മൈന, അതാണ് അതായത് ഇതിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലോട്ട് പോവാം. വീഡിയോ വളരെ ലെങ്തി ആയിട്ട് തോന്നിയതുകൊണ്ട് നമുക്ക് ഈ പാർട്ട് ഇവിടെ വെച്ച് നിർത്താം. തുടർന്നുള്ള പാർട്ടുകൾ എന്ത് ചെയ്യും, അടുത്ത വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലും കൂടെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്.